ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഏതായാലും അതിൻ്റെ രീതിയിൽ ഇപ്പോൾ പുതിയ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മണ്ണ് മാറ്റുന്ന ജോലികൾ തന്നെയാണ് പ്രധാനമായും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 6 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് മണ്ണ് മാറ്റുന്നതെന്നാണ് അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ പറഞ്ഞത്. കേരളത്തിൽ നിന്നുള്ള ഡിവൈഎസ്പിയും സംഘവും ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾ, അർജുൻ്റെ ബന്ധുക്കൾ ജിതിനും അർജുൻ്റെ സഹോദരനും അകത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനും തന്നെ അകത്ത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി സംബന്ധിച്ച വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഈ മാധ്യമങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോകാൻ അനുമതിയില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ SP-യും അറിയിച്ചത്. നിലവിലേതായാലും റഡാർ സംവിധാനം അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വെച്ചിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ റഡാർ കൊണ്ടുള്ള പരിശോധനയിൽ ഈ രക്ഷാപ്രവർത്തകർ കാണുന്നത്. ഏതായാലും അതിൻ്റെ റിസൾട്ട് അല്പസമയത്തിനകം ലഭ്യമാകും. ഈ ലോറി കിടക്കുന്ന ഭാഗം കൃത്യമായിട്ട് തന്നെ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് ഒരു 200 മീറ്ററോളം മണ്ണ് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അത് വൈകാതെ തന്നെ ആ മണ്ണ് മാറ്റുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. അവിടെ നിന്ന് മണ്ണ് മാറ്റി പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉള്ളൊരു അനുകൂല ഘടകം കാലാവസ്ഥ അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഇന്ന് രാവിലെ ഇപ്പോൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ട്. മൂടികെട്ടിയ അന്തരീക്ഷം തന്നെയാണ് എങ്കിൽ പോലും മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതേതായാലും അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. രാഹുൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റഡാർ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ തിരച്ചിൽ? എവിടെ നിന്നൊക്കെയാണ് അത് വരുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി അകത്തേക്ക് പോയിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടി ലഭിക്കുന്ന വിവരമാണ് റഡാർ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നാണ്. പക്ഷെ അത് ഉപയോഗിച്ചുള്ള പ്രവർത്തിപ്പിച്ചിട്ടുള്ള തിരച്ചിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. DYSP ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. പറഞ്ഞത് ഈ റഡാർ സംവിധാനം അങ്ങോട്ടേക്ക് അത് ഉപയോഗിച്ചുള്ള തിരച്ചിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നതാണ്. ഒപ്പം തന്നെ എടുത്തു പറയുന്നത്, രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരും തന്നെ ഇപ്പോഴും പറയുന്നത്, ഈ മലയിടിച്ചിലുണ്ടായ അവിടെ നിന്ന് അതിശക്തമായി തന്നെ വെള്ളം കുത്തിയൊഴുകി വരുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് കാര്യമായി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം ഈ വെള്ളം വരുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വരുന്നുണ്ട്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് രക്ഷാദൗത്യം അത് നീണ്ടുപോകുന്നു എന്നതാണ് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ. ഇപ്പോഴും അകത്തേക്ക് പോയ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. റോഡിലുള്ള മണ്ണ് പരമാവധി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ മാറ്റിയിട്ടുമുണ്ട്. ഉച്ചയോടുകൂടി ഒരു അനുകൂലമായ, നമ്മളൊക്കെ കേൾക്കാൻ കാത്തിരിക്കുന്ന വിധത്തിലുള്ളൊരു വിവരം ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഇപ്പോൾ GPS സിഗ്നൽ കാണിച്ച അതേ സ്ഥലത്ത് തന്നെയാണോ മണ്ണ് മാറ്റുന്നത്, അതോ റോഡിലാണോ? എന്താ അവിടെ നിന്ന് കിടന്നവർ? അതായത് ഈ GPS സിഗ്നൽ കാണിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. മണ്ണ് മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 100 മീറ്ററോളം, അതായത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്താണ് അതിൻ്റെ കൃത്യമായതിലുള്ള അല്ല, 100 മീറ്ററോളം സ്ഥലത്ത് മണ്ണിടിഞ്ഞ് തന്നെ നിൽക്കുന്നു എന്നതാണ്. ചില സ്ഥലത്ത് അതൊരു 6 മീറ്ററോളം ഉയരത്തിൽ മണ്ണിങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉയരത്തിൽ 6 മീറ്ററോളം ഉയരത്തിൽ മണ്ണിടിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അതൊക്കെ നീക്കി കഴിവതും വേഗത്തിൽ സാധ്യമാകുന്ന വിധത്തിൽ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ട്രക്കിന് GPS സിഗ്നൽ കിട്ടിയ സ്പോട്ടിലേക്ക് കൃത്യമായി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. ഈ റഡാർ സംവിധാനം വന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം, ഗ്രൗണ്ടിനകത്ത് കൃത്യമായി എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൂടി ഉപയോഗിക്കുന്നതോടുകൂടി ചെയ്യുന്ന കാര്യത്തിന്, രക്ഷാപ്രവർത്തനത്തിന്, തിരച്ചിലിന് വേഗം ഇനിയും ലോറിയുടെ സ്ഥാനം കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാം. അതായത് ഈ മണ്ണിനടിയിൽ എത്ര താഴ്ചയിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും, അതായത് കൂടുതൽ താഴ്ചയിലാണ് ഒരു സാധനം ഉള്ളതെങ്കിൽ പോലും അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള റഡാർ സംവിധാനമാണ് എത്തിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് അല്പസമയത്തിനകം തന്നെ തുടങ്ങാൻ പോകുക. ഏകദേശം എത്ര ജോലിക്കാർ അല്ലെങ്കിൽ എത്ര രക്ഷാപ്രവർത്തകർ അവിടെ ചെയ്യുന്നുണ്ടോ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും? നിലവിൽ SDRF ഉണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ ഫോഴ്സിൻ്റെ ഉണ്ട്, NDRF ഉണ്ട്, അതുപോലെ നാവികസേനയുടെ കഴിഞ്ഞ ദിവസമൊക്കെ എത്തിച്ചേർന്ന നാവികസേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്.
എല്ലാവരും ചേർന്നുള്ള ഒരു രക്ഷാദൗത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 70-ന് മുകളിൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള രക്ഷാദൗത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് വിവരം അറിയിച്ചിട്ടും ഈ രക്ഷാദൗത്യം തുടങ്ങാൻ പോലും വളരെ വൈകി എന്നൊരു ആക്ഷേപം അർജുൻ്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് ഇവിടെയുള്ള ഭരണകൂടം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെയൊക്കെ വിന്യസിച്ച് തെരച്ചിൽ നടത്തി. പക്ഷേ മണ്ണ് ഇടിഞ്ഞ് വീണത് അത്രയും വലിയ അളവിലാണ്. ഒരു മല തന്നെയാണ് ഇടിഞ്ഞു വീണത്. ദേശീയപാത നിർമ്മാണം നടത്തിയത് തന്നെ മല തുരന്നുകൊണ്ടാണ്, ചെത്തിയെടുത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നടന്ന് അപകടമായിരുന്നു. ഒപ്പം മഴ ശക്തമായി പെയ്തതുകൊണ്ടാണ് രക്ഷാദൗത്യം വൈകിയതെന്നാണ് വിവരം അറിഞ്ഞതിന് ശേഷം പുഴയിലടക്കം ഇറങ്ങി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. പുഴയിലില്ല വാഹനമെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. ഇന്നിപ്പോൾ കാലാവസ്ഥ കുറച്ച് അനുകൂലമാണെന്ന് തോന്നുന്നു. ഇതുവരെ കഴിഞ്ഞ ഒരു 2-3 മണിക്കൂറായിട്ട് മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇത്തിരി വേഗം ഉണ്ടായിരിക്കും. ഈ മണ്ണ് അവിടെ മാറ്റിയിടാതെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ? അതെ, നമ്മൾ രാവിലെ 5 മണി മുതൽ തന്നെ ഇവിടെയുണ്ട്. റെഡ് അലർട്ടാണ്, വലിയ ശക്തമായ മഴ പെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. രാവിലെ വരുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം മഴ മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യമായി നിൽക്കുന്നതും. ഇതുവരെ മഴ അത്ര ശക്തമായി ഇന്ന് പെയ്തിട്ടില്ല. അതുകൊണ്ട് രക്ഷാദൗത്യത്തിന് വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം ടിപ്പറിലൊക്കെയായി ലോറിയിലേക്ക് മണ്ണ് അവിടെ നിന്നെടുത്ത് പുറത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് തള്ളുന്ന ഒരു രീതിയിലാണ്. കാരണം അവിടെ തന്നെ ഇടാൻ കഴിയില്ല. അത് മഴ പെയ്താൽ വീണ്ടും അത് ഒഴുകി പുഴയിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.